ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പേടിഎം ക്യാഷ് ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ മിനിമം റെഡീം എന്ന് പറയുന്നത് ₹1 അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് റിസീവ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ അവസാനം ഞാൻ ₹1 അടക്കം വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് തന്നെ കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പേടിഎം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്തേക്കുക. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസും ലിമിറ്റഡ് പീരീഡിലുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയാണ് അറിയിക്കാറ്. അതായത് ഗ്രാബിംഗ് സൈറ്റൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിരിക്കുക. താഴെ ലിങ്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം സമയങ്ങളത് ആപ്ലിക്കേഷൻ്റെ റിവ്യൂലോട്ട് പോകാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സൈനപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെയിം ഇവിടെ ചോദിക്കും, പിന്നെ നമ്മുടെ നമ്പർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത നമ്പർക്ക് ഒരു OTP സെൻഡ് ആവുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? ഇതിൽ നമുക്ക് ഗെയിം കളിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് പേടിഎം ക്യാഷ് ആണ്. അത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആരും റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റെഫർ ചെയ്താൽ നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് റെഫർ ചെയ്യാതെ എമൗണ്ട് ഏൺ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് പൈസ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൽ ഓൾറെഡി ₹210 ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെ ₹10 ആഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് ആഡ് മണി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. 10 എൻ്റർ ചെയ്യുക. 10 എൻ്ററിന് ശേഷം പേ വിത്ത് ക്യാഷ് ഫ്രീ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പേ വിത്ത് പേടിഎം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് പൈസ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗോ ഹെഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പേടിഎം വഴി പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് പേടിഎം സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ക്യാഷ് ഫ്രീ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡ് വേണമെങ്കിൽ കാർഡ് യൂസ് ചെയ്യാം, വാലറ്റ് വേണമെങ്കിൽ വാലറ്റ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വഴി വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താൻ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ എങ്ങനെ ഇനി ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഗെയിം കളിക്കാനായിട്ട് നമ്മൾ ഹോം സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്ലേ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ നമുക്ക് ₹10 ഗെയിം കളിക്കുമ്പോൾ ഏകദേശം ₹35 അടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ 25ൻ്റെ ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ₹100 അടുത്ത് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ₹10 ഗെയിം കളിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് ആൻസർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 35 കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഫസ്റ്റ് പൊസിഷന് 35, സെക്കൻഡ് 22, പിന്നെ 15, പിന്നെ 7, പിന്നെ 4, പിന്നെ 2. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ഗെയിം കളിക്കുക. അപ്പോൾ നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുള്ള ഗെയിമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഗെയിം കളിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാനിവിടെ ₹10 ഗെയിം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ യെസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പണൻറ്റ് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് തന്നെ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടുകയാണെങ്കിൽ ഏകദേശം ₹35 അടുത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ടൈമും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ സ്പീഡിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് സ്പിൻ ആവുന്നതായിരിക്കും. സ്പിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ അനുസരിച്ചുള്ള എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് 35 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈസ എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ₹35 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായ ഗെയിമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കളിക്കുന്ന ഗെയിമായതുകൊണ്ട് ഇത്തിരി റിസ്ക്കും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ എങ്ങനെ ഇങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ വിഡ്രോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വാലറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വിഡ്രോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ പേടിഎം നമ്പർ ചോദിക്കുന്നതായിരിക്കും. നമുക്ക് UPIയിലോട്ട് വേണമെങ്കിൽ UPIയിലോട്ടും ബാങ്കിലോട്ട് വേണമെങ്കിൽ ബാങ്കിലോട്ടും വിഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ പേടിഎം യൂസ് ചെയ്യുന്നത്. പേടിഎം നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ എമൗണ്ട് എന്ന ഭാഗത്ത് 1 എൻ്റർ ചെയ്തതിനു ശേഷം ഞാൻ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ₹1 വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് കൂടി വിഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എമൗണ്ട് കൂടി ഞാൻ അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ 2 എമൗണ്ട് നമ്മുടെ പേടിഎമ്മിലോട്ട് കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പേടിഎം വാലറ്റിലോട്ട് തന്നെ റിസീവ് ആയിട്ടുണ്ട്. ₹1 ടാക്സും കാര്യങ്ങളൊന്നും ഈടാക്കിയിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള 245 കൂടി ആഡ് ആയോ നോക്കാം. അപ്പോൾ നമുക്ക് 245 വിഡ്രോ ചെയ്തപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ടാക്സും കാര്യങ്ങളൊന്നും ഈടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്തൊരു മണി മേക്കിംഗ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.